ഈ വിഷ്വൽസ് ലീക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനില്ല. ലീക്ക് ചെയ്തിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. അതായത് ആ വാദത്തെയാണ് ഒരു നാണവുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ, ഒരു മര്യാദയുമില്ലാതെ കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സമ്മതിച്ചു എന്ന് വിധിന്യായത്തിൽ എഴുതി പിടിപ്പിച്ചത്. എന്തിന്? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ. അതുപോലെ എല്ലാവരും പറയുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങൾ ആദ്യം പോയി വിധിപ്പകർപ്പ് വായിച്ചതിന് ശേഷം ഇവിടെ വന്ന് സംസാരിച്ചാൽ മതി എന്നാണ് നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു സംഭവം. അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു മെസ്സേജ് വന്നു. ഈ ഒരു മെസ്സേജുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു വീഡിയോ. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഇതിനകത്ത് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്ങനെയാണ് പ്രോസിക്യൂഷൻ കൊടുത്ത തെളിവുകളെ എങ്ങനെയാണ് വളച്ചൊടിക്കപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഒടിക്കലാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഞാൻ ഞെട്ടിപ്പോകുന്നു. ഇതെന്താണ് ഈ കേരളത്തിൽ നടക്കുന്നത് എന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ രീതിയിലാണ് സംഭവങ്ങൾ അറിയുന്നത്. അതായത് മൊഴി കൊടുത്തത് ഒന്ന്, വിധിപ്പകർപ്പിൽ മറ്റൊന്ന്. ഇതെന്താണ് സംഭവിക്കുന്നത് എനിക്കൊന്നും പിടികിട്ടുന്നില്ല. ഇത് ഇങ്ങനെയൊക്കെ സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. ഇന്ന് എനിക്ക് വന്നൊരു കമൻ്റാണ്. ആ കമൻറ്റ് ഞാനിവിടെ വായിക്കാം. ഇയാളുടെ വർത്തമാനം കേട്ടപ്പോഴേ മനസ്സിലായി താങ്കൾ ദിലീപിനെ കുറ്റക്കാരനായി കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് എന്ന്. ആദ്യം താങ്കൾ ശ്രീജിത്ത് പണിക്കരുടെ വീഡിയോ പോയി കാണുക, സത്യങ്ങൾ മനസ്സിലാക്കുക, വെറുതെ കിടന്ന് വളവള വാചകം അടിക്കാതെ. ഇതാണ് പുള്ളി പറഞ്ഞത്. ഈ പുള്ളിയുടെ മാത്രമല്ല, ഒരുപാട് പ്രേക്ഷകരുടെ ചിന്ത ഈ രീതിയിലാണ് പോകുന്നത്. അതായത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പല കേസുകളും നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മളെ മര്യാഹാരം തന്നെയാണ് പണിക്കരെ കഴിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ ശ്രീജിത്ത് പണിക്കറിന് ഞാൻ കുറ്റം പറയില്ല. ശ്രീജിത്ത് പണിക്കർ എന്താ ചെയ്തത്? ശ്രീജിത്ത് പണിക്കർ ചെയ്തത് വിധിന്യായത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് പുള്ളി എന്ത് പ്രേക്ഷകരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് തന്നല്ലോ. ഈ കേൾക്കുന്ന പ്രേക്ഷകർ ഒരു പരിധിവരെ ഈ വിധിപ്പകർപ്പ് വായിച്ചതിന് ശേഷം പല പ്രേക്ഷകർക്കും അങ്ങനെ ഇതെന്തോ ഉടായ്പാണല്ലോ, ഇനി ദിലീപിന്റെ എതിരായിട്ട് വന്ന ഈ പറഞ്ഞ ഗൂഢാലോചന ആണോ എന്ന് ചിന്തിക്കുന്നവർ വിരളമാണ്. നല്ല രീതിയിൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നു. അതിന് കാരണം വിധിപ്പകർപ്പ് അങ്ങനെയാണ്. അപ്പൊ ശ്രീജിത്ത് പണിക്കർ വായിക്കുന്നത് വിധിപ്പകർപ്പിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതാണ് വായിക്കുന്നത്. അതുകൊണ്ട് പുള്ളിയെ കുറ്റം പുള്ളിയെ ഒന്നും നമുക്ക് പറയാനില്ല. പക്ഷെ വിധിപ്പകർപ്പ് എങ്ങനെ വരുന്നത്? അതായത് ഒരു സാക്ഷി ഒരു മൊഴി കൊടുത്തു, ആ മൊഴിയെ വളച്ചൊടിച്ചാണ് വിധിപ്പകർപ്പ് വന്നത് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ എനിക്കൊരു പിടുത്തം കിട്ടില്ല. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കൃത്യമായിട്ട് എന്തായിരുന്നു ഈ പറയുന്ന ദിലീപ് ആ ഒരു സംഭവം തെളിഞ്ഞിരുന്നുവെങ്കിൽ ദിലീപ് ഇത് മാത്രം മതിയായിരുന്നു, ആ ഒരു തെളിവ് മാത്രം മതിയായിരുന്നു ദിലീപിനെ കുറ്റക്കാരനായി കണ്ടെത്താൻ വേണ്ടിയിട്ട്. അതിനെ എങ്ങനെയാണ് വളച്ചൊടിച്ചത്? സാക്ഷി പറഞ്ഞത് എന്താണ്? ഈ സാധ്യമല്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു വാക്ക്, സാധ്യമല്ല, പറ്റത്തില്ല എന്ന് പറഞ്ഞ ഒരു വാക്കിനെ വളച്ചൊടിച്ചുകൊണ്ട് ഈ പറയുന്ന സാക്ഷി ഒരു വേള സാധ്യമില്ലെന്ന് പറയുകയും പിന്നീട് അത് പറ്റത്തില്ല എന്ന് പറഞ്ഞ് മാറ്റി പറഞ്ഞു എന്ന് പറഞ്ഞൊരൊറ്റ കാരണം കൊണ്ടാണ് അത് അസാധുവാക്കിയത്. ഇപ്പോ പ്രോസിക്യൂഷൻ പിന്നീട് ഈ പറഞ്ഞതുപോലെ എന്താണ് അപ്പീലിന് പോകാനുള്ള കാരണം എന്താണ്? ഈ ഒരു മെയിൻ പോയിന്റ് ആണ്. കാരണം അതിനുള്ള കാരണം എന്നറിയാമോ? അത്രയ്ക്ക് വാലിഡ് ആയിട്ടുള്ള ഡിജിറ്റൽ തെളിവായിരുന്നു അത്. ആ മെമ്മറി കാർഡ്, അതായത് ആ ഒരു വീഡിയോ അവർ കണ്ടിട്ടുണ്ട് എന്നുള്ളതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവാണ്. അത് അവർ എഴുതിയെടുത്തെന്നാ പറയുന്നത്. അങ്ങനെ 1 മണിക്കൂർ കൊണ്ടൊന്നും അതങ്ങനെ കണ്ടു മനസ്സിലാക്കി എഴുതിയെടുക്കാൻ പറ്റത്തില്ല. കുറഞ്ഞത് 48 മണിക്കൂറെങ്കിലും വേണം എന്നൊക്കെ പറഞ്ഞ തെളിവ് ഉൾപ്പെടെ നമ്മൾ കാണിച്ചു. അപ്പൊ എന്തുകൊണ്ടാണ് ഇവര് ഇതുപോലെ ഇങ്ങനെ മാറ്റി പറഞ്ഞതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടില്ല. ഞെട്ടിപ്പോന്ന് ഓരോ കാര്യം നമ്മൾ വിധിപ്പകർപ്പ് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെ എന്തിനും ഉടായ്പ കാണിച്ചു. പക്ഷെ ഇപ്പൊ അറിയുന്നത് അങ്ങനെ ഒരു മൊഴിയെ ആർക്കും കൊടുത്തു. പ്രോസിക്യൂഷൻ തന്നെ പറഞ്ഞു നമ്മൾ പറയാത്ത പല കാര്യങ്ങളും വിധിപ്പകർപ്പിൽ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഓർമ്മയുണ്ടോ? നമ്മൾ പറയാത്ത, അല്ലെങ്കിൽ നമ്മൾ ആരോപിക്കാത്ത പല കാര്യങ്ങളും വിധിപ്പകർപ്പിലുണ്ട്. എന്തിനത് കൂട്ടിച്ചേർത്തു, എന്തിനത് എഴുതി ചേർത്തു എന്നുള്ളതാണ്. അപ്പൊ ഇന്നും ഇതുപോലുള്ള ഒരു വൻ വളച്ചൊടിക്കലാണ് ഇന്നും നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്താണ് ഈ പറയുന്ന പ്രോസിക്യൂഷൻ എന്താണ് പറഞ്ഞത്, വിധിപ്പകർപ്പിൽ എന്താണ് വന്നത് എന്നുള്ളതാണ്. ഞെട്ടിപ്പോകും. അത് മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും വലിയൊരു മെമ്മറി കാർഡ് ലീക്കായുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. നമുക്കറിയാലോ, നടി ഏറ്റവും കൂടുതൽ പേടിക്കുന്നതാണ് മെമ്മറി കാർഡ് ലീക്കായി. നാളെ ഇത് പബ്ലിക് ആയി കഴിഞ്ഞാലുള്ള സ്ഥിതി ആലോചിച്ച് നോക്ക്. അത് കോടതിയുടെ കസ്റ്റഡി ഇരുന്ന മെമ്മറി കാർഡാണ്. അതിനെക്കുറിച്ച് ആദ്യം ശ്രീജിത്ത് പണിക്കർ, അതായത് വിധിയിൽ എന്താണ് ഉണ്ടായിരുന്നത് മനസ്സിലായോ? വിധിയിൽ എന്താണ് ഉണ്ടായിരുന്നത് ശ്രീജിത്ത് പണിക്കർ പറയുന്നത് അതാദ്യം കേൾക്കാം. അതിനുശേഷം യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാക്ഷി പ്രോസിക്യൂഷൻ ഇതാണോ കൊടുത്തത്, ഇങ്ങനെ ഒരു മൊഴിയാണോ പ്രോസിക്യൂഷൻ കൊടുത്തത് എന്നും കൂടി നമുക്കറിയാം. ഓക്കെ, ആദ്യം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക്.
ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടതായിട്ടുണ്ട്. അതായത് പല ആൾക്കാരും ഷെയർ ചെയ്തിരുന്ന ഒരു കൺസേൺ തന്നെ ഞാനും അത് പറഞ്ഞിരുന്നതാണ്. അതായത് കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന രഹസ്യാത്മകത നിലനിർത്തേണ്ടുന്ന പ്രാധാന്യമുള്ള ഒരു വീഡിയോ ഫയൽ അറ്റ് ദ ലാസ്റ്റ് ഡേ ഓഫ് ഹിയറിംഗ്, അതായത് ഈ വിചാരണ നടപടികളുടെ ഏറ്റവും അവസാനത്തെ ദിവസം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ ആർഗ്യുമെൻ്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ക്ലിയർലി, വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദ വിഷ്വൽസ് ആർ നോട്ട് ലീക്ഡ് ഫ്രം ദിസ് കോർട്ട് ആൻഡ് ദി എവിഡൻഷ്യറി വാല്യൂ ഓഫ് ദി മെമ്മറി കാർഡ് റിമെയിൻസ് ഇൻടാക്റ്റ്. അതായത് ഈ വിഷ്വൽസ് ലീക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറിനില്ല, ലീക്ക് ചെയ്തിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. അതായത് ആ വീഡിയോ എവിഡൻസ് പുറത്തേക്ക് പോയിട്ടില്ല. ഹെൻസ് ദിസ് കോർട്ട് ക്യാൻ ക്ലിയർലി അറൈവ് അറ്റ് എ ഫൈൻഡിംഗ് ദാറ്റ് ദി എവിഡൻഷ്യറി വാല്യൂ ഓഫ് ദ മെമ്മറി കാർഡ് ഈസ് നോട്ട് അഫക്റ്റഡ് ഇൻ എനി വേ ആൻഡ് ഓൾസോ ദാറ്റ് ദ വിഷ്വൽസ് റിമെയിൻഡ് ഇൻടാക്ട് ആൻഡ് പ്രൈവസി ഓഫ് PW1 അതിജീവിത ഈസ് നെവർ കോംപ്രമൈസ്ഡ്. അതുകൊണ്ട് തന്നെ ഈ എവിഡൻഷ്യറി വാല്യൂ ഈ മെമ്മറി കാർഡിൻ്റെയോ അതിൻ്റെ രേഖകളുടേതോ ഒന്നും തന്നെ നഷ്ടപ്പെടുന്നുമില്ല, തന്നെയുമല്ല അതിജീവിതയുടെ സ്വകാര്യത ലംഘിക്കപ്പെടുന്നുമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇതാണ് ശ്രീജിത്ത് പണിക്കർ ഇട്ട വീഡിയോ. ശ്രീജിത്ത് പണിക്കറിനെ കുറ്റം പറയില്ല. എന്താണ് വിധിപ്പകർപ്പിൽ ഇങ്ങനെയായിരുന്നു. അതായത് പ്രോസിക്യൂഷൻ പറഞ്ഞു ആ മെമ്മറി കാർഡിന് ദുരുപയോഗം ചെയ്തിട്ടില്ല, അതിന്റെ ആ വീഡിയോ ലീക്ക് ആയിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോടതി പറയുകയാണ്, ആ കുറ്റപത്രത്തിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഈ നടിയുടെ ഒരു സ്വകാര്യതയും പുറത്തു പോയിട്ടില്ല, അങ്ങനെ പേടിക്കാനുള്ള ഒരു സംഭവവും അവിടെ നടന്നിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ തന്നെ സമ്മതിച്ചു എന്നാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിധിപ്പകർപ്പിലുള്ളത്. സമ്മതിച്ച് ഈ വിധിപ്പകർപ്പ് വായിച്ചു നോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞവൻ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് വേണ്ടിയും കൂടിയാണ് ഇത് പറയുന്നത്. ഇനി പ്രോസിക്യൂഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണല്ലോ. പ്രോസിക്യൂഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, സമ്മതിച്ചു. ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എന്താണ് പ്രോസിക്യൂഷൻ യഥാർത്ഥത്തിൽ കൊടുത്ത മൊഴി, അതാണ് നമുക്കിനി അടുത്ത കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമുക്ക് കാണാം. ഓക്കെ, ആ വിധിയിലെ നുണ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കാം. പേജ് 1522, ഖണ്ഡിക 939. നുണ ഇതാണ്. Further, in the argument note filed by the special prosecutor at the last day of hearing, it is clearly stated that the visuals are not leaked from this court and the evidentiary value of P262 memory card remains intact. അർത്ഥം ഇങ്ങനെ, ഹിയറിംഗിന്റെ അവസാന ദിവസം സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരു ആർഗ്യുമെന്റ് നോട്ട് കൊടുത്തു. ഈ കോടതിയിൽ നിന്ന് വിഷ്വലുകൾ ചോർന്നിട്ടില്ലെന്നും മെമ്മറി കാർഡിന്റെ തെളിവ് മൂല്യം അതേപടി നിലനിൽക്കുന്നുണ്ടെന്നും ആ നോട്ടിൽ പ്രസ്താവിച്ചു. കോടതി വിധിയിലെ ഈ പരാമർശം ശരിയാണോ, സത്യമാണോ? വിചാരണ കോടതിയിൽ നിന്ന് വിഷ്വലുകൾ ചോർന്നിട്ടില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ തന്റെ ആർഗ്യുമെന്റ് നോട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയുമോ? അതിന് സാധ്യതയുണ്ടോ? കോടതി നടപടികളെ കുറിച്ച് പ്രാഥമിക ധാരണയുള്ള ആർക്കും ഈ വാചകം ഒരു അമ്പരപ്പുണ്ടാക്കും. കാരണം ഒരിക്കലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അങ്ങനെ പറയാൻ ഒരു സാധ്യതയുമില്ല. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന സംശയം എല്ലാവർക്കും. ഓക്കെ, ഈ പുള്ളി പറഞ്ഞ കറക്റ്റ് ആണ് അല്ലേ? നമ്മൾ ആദ്യം ഞെട്ടി. അപ്പൊ ഇത്രയും കാർഡ് മെമ്മറി കാർഡ് ലീക്കായി ഹാഷ് വാല്യൂ മാറി എന്ന് പറഞ്ഞു. പക്ഷെ പ്രോസിക്യൂഷൻ പറഞ്ഞു എന്ന് പറഞ്ഞു വിധിപ്പകർപ്പിൽ കിടക്കുന്നത് എന്താണ്, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, അതിന്റെ വീഡിയോ ലീക്ക് ആയിട്ടില്ല എന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് എന്നുള്ളതാണ്. ഇനി യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ അങ്ങനെ പറഞ്ഞു, അത് നമുക്ക് കേൾക്കാം. ഉണ്ടാവുക സ്വാഭാവികം. ആ സംശയം എങ്ങനെ തീർക്കും? ഈ പറഞ്ഞ ആർഗ്യുമെന്റ് നോട്ട് സംഘടിപ്പിച്ച് വായിച്ചു നോക്കുകയേ വഴിയുള്ളൂ. ഞങ്ങൾ അത് സംഘടിപ്പിച്ചു, വായിച്ചു നോക്കി, തികഞ്ഞ ഉത്തരവാദിത്വത്തോടെ പറയുന്നു, ഈ പറയുന്നത് പോലെ ഒരു പരാമർശം ആ ആർഗ്യുമെന്റ് നോട്ടിൽ ഇല്ല. ആർഗ്യുമെന്റ് നോട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ അതേ ഉത്തരവാദിത്വത്തോടെ തന്നെ ന്യൂസ് ബുള്ളറ്റ് കേരള ഉദ്ധരിക്കുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന് നോക്കാം. ഇവിടെ ഉദ്ധരിക്കുന്ന ഈ ഭാഗം മാത്രം മതി എന്താണ് ഈ വിഷയത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നിലപാട് എന്ന് വ്യക്തമാകാൻ. The exhibit P673 marked to PW260 is also state that the memory card was also accessed on 9th January 2018. The Honorable High Court has already conclusively recorded in the order dated 7th December 2023 that the memory card was also accessed on 9th January 2018. Therefore, this issue is not open for re-examination by this court. ഇത് വായിച്ചാൽ മെമ്മറി കാർഡ് ചോർന്നിട്ടില്ലെന്നാണോ ഈ ആർഗ്യുമെന്റ് നോട്ടിൽ പറയുന്നത്? അല്ല, ചോർന്നിട്ടുണ്ടെന്നും അത് ഹൈക്കോടതി വിധിയിൽ കൺക്ലൂസീവ്ലി റെക്കോർഡഡ് ആണെന്നുമാണ് പരാമർശം. അക്കാര്യം റീ എക്സാമിൻ ചെയ്യാൻ ഈ കോടതിക്ക്, വിചാരണ കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് വിചാരണ കോടതി ആ വിഷയത്തിൽ തുടരരുത്. ഇതാണ് ആർഗ്യുമെന്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. കണ്ടല്ലോ, ആർഗ്യുമെന്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത് അത് ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, അത് ലീക്ക് ആയിട്ടുണ്ട് എന്നാണ് ഈ പറയുന്ന പ്രോസിക്യൂഷന്റെ ആർഗ്യുമെന്റ് നോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണ് വളച്ചടിച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല എന്ന്. എന്നിട്ട് പുള്ളി പറയുന്നുണ്ട് ഇതിനി വിചാരണ കോടതിയിൽ ഒരു ഇതുമില്ല, അത് വേറൊരു കേസാണ്, അത് നമ്മൾ വേറെ രീതിയിൽ നോക്കിക്കൊള്ളാം എന്ന് ഈ പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഇതിനെയാണ് വളച്ചടിക്കുന്നത്. ബാക്കിയും കൂടി കേൾക്കാം, ഞെട്ടുന്ന കുറെ ഉണ്ട്. സത്യം ഇതായിരിക്കെ ഈ കോടതിയിൽ നിന്ന് വിഷ്വലുകൾ ചോർന്നിട്ടില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആർഗ്യുമെന്റ് നോട്ടിൽ സർട്ടിഫിക്കറ്റ് നൽകി എന്നൊക്കെ വിധിന്യായത്തിൽ എഴുതി പിടിപ്പിക്കാൻ ഉളുപ്പില്ലേ എന്ന് നമ്മൾ ആരോടാണ് ചോദിക്കേണ്ടത്? ആർഗ്യുമെന്റ് നോട്ടിലെ തുടർന്നുള്ള ഭാഗങ്ങളും ഉദ്ധരിക്കാം.
it is humbly submitted that the prosecution never contended that the illegal access to the memory card while it was in the custody of the committal court and the session courts has any significance in the prosecution of this case against the accused. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മെമ്മറി കാർഡ് ഇല്ലീഗലായി ആക്സസ് ചെയ്തത് എട്ടാം പ്രതിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ പ്രസക്തമല്ല. എട്ടാം പ്രതിയാണ് ഈ കൃത്യം ചെയ്തതെന്ന് പ്രോസിക്യൂഷൻ ആരോപണമില്ല. ഇത് വേറെ കേസാണ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് ചോർന്നിട്ടില്ല എന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സമ്മതിച്ചു എന്നാണോ യുവർ ഓണർ? ഓക്കെ, രണ്ടാമത്തെ സെന്റൻസ് ഇങ്ങനെയാണ്. ഈ സംഭവം എന്താണ്, ഈ പറയുന്ന എട്ടാം പ്രതിയായ ദിലീപാണ് ഇത് എടുത്തത് എന്നുള്ളൊരു ആക്ഷേപം ആർക്കില്ല, പ്രോസിക്യൂഷൻ ഇല്ല. അത് വേറെ കേസാണ്, അത് വേറെ വഴി നമ്മൾ അന്വേഷിച്ചോളാം. ഇത് നിങ്ങൾ ഈ പറയുന്ന പിന്നെ ഈ കോടതി നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് അവർ. അല്ലാതെ ഈ മെമ്മറി കാർഡ് ചോർന്നിട്ടില്ല എന്നോ അതിന്റെ വീഡിയോ പുറത്തു പോയിട്ടില്ല എന്നോ ആര് പറഞ്ഞില്ല, പ്രോസിക്യൂഷൻ പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്ന മെമ്മറി കാർഡിന് ഒരു ചോർച്ചയും ഉണ്ടായിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു എന്ന് എന്തിന് വിധിപ്പകർപ്പിൽ എഴുതി? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പറയുന്ന വിധിപ്പകർപ്പ് വായിച്ചിട്ടുണ്ടാക്കടാ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുക. ഇതാണ് വിധിപ്പകർപ്പിലെ ഓരോന്നോരോന്ന് ഇങ്ങനെയാണ്. ബാക്കി വായിക്കാമേ. ആർഗ്യുമെന്റ് നോട്ടിലെ അടുത്ത വാചകം നോക്കാം. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ആൻ ഇൻസിഡന്റ്. ആ മെമ്മറി കാർഡ് ചോർന്നതാണ് പരാമർശിക്കുന്നത്. വിച്ച് ought not have happened while the memory card was in the safe custody of the honorable courts. It is for the higher judiciary and the victim to pursue the remedial steps, since there is a clear finding in the final judgment that the memory card was unauthorizedly accessed on 3 occasions and that we failed to protect the victim's interest, resulting in a violation of her fundamental constitutional right. ക്ലിയർ ആയാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ തങ്ങളുടെ നിലപാട് പറയുന്നത്. ബഹുമാനപ്പെട്ട കോടതികളുടെ സുരക്ഷിതമായ കസ്റ്റഡിയിലിരിക്കുന്ന മെമ്മറി കാർഡ് ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ മെമ്മറി കാർഡ് 3 തവണ അനധികൃതമായി പരിശോധിക്കപ്പെട്ടുവെന്നും തന്റെ സ്വകാര്യത എന്ന അതിജീവിതയുടെ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കുന്നതിൽ നാം പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്, കോടതികൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ആ ആർഗ്യുമെന്റ് നോട്ടിലെ പരാമർശം. ഇനി പ്രോസിക്യൂഷൻ പറഞ്ഞെന്താണ്, അതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ല, ഇതെങ്ങനെ ലീക്കായി, കോടതിയിൽ പരിധിയിരിക്കുന്ന എങ്ങനെ ലീക്കായി എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. പക്ഷേ ഈ പറഞ്ഞ വിധിയിൽ പറഞ്ഞിരിക്കുന്നത്, വിധിപ്പകർപ്പിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, അങ്ങനെ ഒരു സംഭവം, അങ്ങനെ ഒരു ആക്ഷേപം ഈ പറയുന്ന പ്രോസിക്യൂഷൻ ഇല്ല. അത് മെമ്മറി കാർഡ് ലീക്കായി എന്ന് പറയുന്ന ഒരു ആക്ഷേപം പ്രോസിക്യൂഷൻ ഇല്ല എന്ന് എന്തിനെ എഴുതി ചേർത്തു? ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? കാര്യത്തിൽ തീരുമാനമുണ്ടാക്കേണ്ടത് ഉയർന്ന നീതിപീഠങ്ങളും അതിജീവിതയുമാണെന്നും വ്യക്തമായി പറയുന്നു. അതായത് വിചാരണ കോടതിക്ക് ഈ കേസിൽ ഇനി ഒരു റോളും ഇല്ല എന്ന് തന്നെയാണ് ഈ ആർഗ്യുമെന്റ് നോട്ടിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. ആ വാദത്തെയാണ് ഒരു നാണവുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ, ഒരു മര്യാദയുമില്ലാതെ കോടതിയിൽ നിന്ന് ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സമ്മതിച്ചു എന്ന് വിധിന്യായത്തിൽ എഴുതി പിടിപ്പിച്ചത്. എന്തിന് ഇങ്ങനെ കള്ളം പറയാൻ ഒരു ജുഡീഷ്യൽ ഓഫീസർക്ക് എങ്ങനെ കഴിയുന്നു? അപ്പീൽ പരിഗണിക്കുന്ന ഉപരിക്കോടതികളെല്ലാം ഈ ആർഗ്യുമെന്റ് നോട്ടും വിധിന്യായത്തിലെ പരാമർശവും വായിച്ചു നോക്കില്ലേ? വിധിന്യായത്തിൽ പറഞ്ഞത് അസത്യമാണെന്നും ആ അസത്യം പറഞ്ഞത് ബോധപൂർവമാണെന്നും ബോധ്യപ്പെടില്ലേ? അങ്ങനെ സംഭവിക്കുമെന്നും കൈയോടെ പിടിക്കപ്പെടുമെന്നും അറിയാമായിരുന്നിട്ടും ഇങ്ങനെ കള്ളം എഴുതി വെക്കാൻ വിചാരണ കോടതിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇതാണ് അവസ്ഥയെങ്കിൽ ഈ സംവിധാനത്തിൽ എങ്ങനെ സാധാരണക്കാരൻ വിശ്വസിക്കും? ഇത് പറയുന്ന വളരെ കാര്യമാണ്. കാരണം ആ പറയുന്ന പ്രോസിക്യൂട്ടർ കൊടുത്ത ആ ഒരു എന്താണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് നോക്കിയപ്പോൾ ഈ പുള്ളി അതൊക്കെ എടുത്തല്ലോ, അത് അറിയാൻ സാധിക്കും. പിന്നെ എന്തിന് ഈ കോടതി ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞു എന്നുള്ളതാണ്. എന്തിനിങ്ങനെ അവർ പറയാത്തതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് എന്തിനീ പറയുന്ന വിധിയിൽ എഴുതി വെച്ചു എന്നുള്ളതാണ്. ഈ വിധി കേട്ട് ഈ വിധിപ്പകർപ്പ് വായിച്ചു കൊണ്ടാണ് പല പ്രേക്ഷകരും തിരിച്ചു ചിന്തിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ വിധി തന്നെ തലകുത്തനെ എഴുതി വെച്ചിരിക്കുന്നത്, ഒന്ന് പറയുന്നതെന്ന് അവർ എഴുതുന്നതൊന്ന്. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് ഒരു വാക്കിനെ പിടിച്ചുകൊണ്ട് സാധ്യമല്ല, നടക്കില്ല എന്ന് പറഞ്ഞ ഒരു വാക്കിനെ പിടിച്ചിട്ട് എന്ത് രീതിയിലാണ് വളച്ചൊടിച്ചേ നോക്കിക്കേ. ഇതാണ് ഇതിനകത്ത് ഉടനീളം സംഭവിക്കുന്നത്. ഇനി ഈ മെമ്മറി കാർഡ് എവിടെയൊക്കെ എങ്ങനെയൊക്കെ പിന്നീട് അത് അക്സസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറയുന്നുണ്ട്, കേൾക്കാം. ന്യായാധിപ കസേരയിലിരിക്കുന്ന ഒരാൾക്ക് ന്യായവും നീതിയും ചട്ടങ്ങളും വ്യവസ്ഥയും ഒന്നും നോക്കാതെ ഇങ്ങനെ ഒരു തോന്നിയവാസം ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക? മെമ്മറി കാർഡ് സ്വന്തം കോടതിയിൽ നിന്ന് ചോർന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറുടെ ആർഗ്യുമെന്റ് നോട്ടിലെ കാര്യങ്ങൾ തെറ്റായി, കപടമായി, വ്യാജമായി ചിത്രീകരിച്ചത് എന്തിന്? മേൽക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷയം തുടരുത് എന്ന പ്രോസിക്യൂഷന്റെ ശക്തമായ നിലപാട് തള്ളിയതെന്തിന്? ഈ ചോദ്യങ്ങളെല്ലാം നീളുന്നത് ഒരേ ഒരു സംശയത്തിലേക്കാണ്. മെമ്മറി കാർഡ് കോടതിയിൽ നിന്ന് കട്ടെടുത്ത് ഉപയോഗിച്ചവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ഈ കോടതി. ഒരു തവണയല്ല, 3 തവണ. 2018 ജനുവരി 9 രാത്രി 9:58 വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു കമ്പ്യൂട്ടറിൽ ഈ മെമ്മറി കാർഡ് അനധികൃതമായി ഉപയോഗിച്ചിട്ടുണ്ട്. 2018 ഡിസംബർ 13 രാത്രി 10:58 ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു ഡിവൈസിൽ ഈ മെമ്മറി കാർഡ് അനധികൃതമായി ഉപയോഗിച്ചിട്ടുണ്ട്.
2021 ജൂലൈ 19 അതായത് ഈ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഉച്ചയ്ക്ക് 12:19 മുതൽ 12:54 വരെ ഏതാണ്ട് 35 മിനിറ്റ് ഒരു വിവോ ഫോണിൽ ഈ മെമ്മറി കാർഡ് പ്രവർത്തിപ്പിച്ചിട്ടുണ്ട്. ആ മെമ്മറി കാർഡ് ഈ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ, ഈ വിവോ ഫോണിൽ ഉപയോഗിക്കുമ്പോൾ 34 ഫോൾഡറുകൾ ആ ഫോണിൽ തുറന്നുവെന്നാണ് ഫോറൻസിക് റിപ്പോർട്ട്. അതും വാട്സ്ആപ്പ്, ടെലിഗ്രാം, ഇൻസ്റ്റാഗ്രാം ഫോൾഡറുകൾ. ആരുടെ ഫോണായിരുന്നു അത്? എന്ത് ലക്ഷ്യത്തിനാണ് ഈ മെമ്മറി കാർഡ് ഇല്ലീഗലായി ആക്സസ് ചെയ്തത്? കേരളം ഉറക്കെ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും യുവർ ഓണർ. ആ വിവോ ഫോൺ ആരുടേതായിരുന്നു? എന്തിനാണ് വിചാരണ കോടതി ആ വിവോ ഫോണിന്റെ ഉടമയെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? മനസ്സിലായ? അതായത് 3 തവണ ഈ സാധനം തുറന്നിട്ടുണ്ട്. അത് ഒന്നിന് വിവോ ഫോണിലാണ്. ഏതാണ്ട് 35 മിനിറ്റോളം വിവോ ഫോണിൽ ഇട്ടിട്ടുണ്ട്. അവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു കേസ്, ഈ വിവോ ഫോണിൽ ഇവരിട്ട് ഉപയോഗിച്ച സമയത്ത് വാട്സപ്പ്, ടെലിഗ്രാം അങ്ങനെ അടങ്ങുന്ന സോഷ്യൽ മീഡിയ അങ്ങനെ അടങ്ങുന്ന സോഷ്യൽ മീഡിയ ആപ്പുകൾ ആ സമയത്ത് തുറന്നിട്ടുണ്ട്. ഇത് ഷെയർ ചെയ്ത ആർക്കറിയാം? ഈ ഷെയർ ചെയ്തതാണോ മറ്റല്ല അവൻ അവിടെ നിന്ന് കണ്ടത് ആർക്കറിയാം? അപ്പോൾ ഇതാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനി വിധിപ്പകപ്പ് അതിന്റെ ഉണ്ടാക്കട എന്ന് ആദ്യം ശ്രീജിത്ത് പണിക്കറിന്റെ തേങ്ങ പോയി കാണ് എന്ന് പറയുന്നവരുടെ അടുത്താണ്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ അടുത്താണ് ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതെന്തോ ഒരു വെള്ളരിക്ക പട്ടണം പോലെയാണ്. അവർക്ക് തോന്നിയത് പോലെയൊക്കെ ചെയ്യുന്നു, ആൾക്കാർ എന്തൊക്കെ പറയുന്നു, എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയാം. അതായത് പ്രോസിക്യൂഷൻ പറഞ്ഞത് അതങ്ങനെ ചോർന്നിട്ടുണ്ട്, നിങ്ങൾ ഈ ഒരു കേസിന് എടുക്കണ്ട, കീഴ്ക്കോടതി ഇതൊരു വിടണ്ട, അത് വേറെ കേസാണ്, അത് നമ്മൾ വേറെ ഫയൽ ചെയ്തോളാം, അല്ലെങ്കിൽ വേറെ കേസായിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവർ ആ കേസ് എടുക്കുകയാണ്, കേസ് അവർ തീർക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല. ഈ മെമ്മറി കാർഡ് ചോർന്നതായിട്ട് ഒരു ആക്ഷേപവും, ചോർന്നതായിട്ട് പ്രോസിക്യൂഷന് പോരാ ഒരു ആക്ഷേപവും ഇല്ല, അവർക്ക് അങ്ങനെ ഒരു പരാതിയില്ല, അവർ സമ്മതിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് എഴുതി പിടിപ്പിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഒരു നോർമൽ ഒരാൾ കേൾക്കുമ്പോൾ കണ്ടോ മെമ്മറി കാർഡിന്റെ കേസിലൂടെ എന്തൊക്കെ ബഹളമായിരുന്നു. ഇപ്പൊ എന്താ പ്രോസിക്യൂഷൻ തന്നെ പറയുന്നു അങ്ങനെയൊന്നും ചോർന്നിട്ടില്ലെന്ന് അവർ തന്നെ പറയുന്നു. ഇനി ഇതെന്തിനു ഈ കിടന്ന് ബഹളം ഉണ്ടാക്കിയെന്ന് നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കും. പക്ഷെ സംഭവം ഇതാണ്. എന്താണ് മൊഴി കൊടുത്തത്, എന്താണ് വിധിപ്പകർപ്പിൽ വന്നത്, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രീജിത്ത് പണിക്കര് പറയുന്നത് കേട്ട് വിധിപ്പകർപ്പ് വായിച്ച് നിങ്ങളൊരു കൺക്ലൂഷനിൽ എത്തണ്ട. ഇത് തന്നെയാണ് എത്ര സംഭവങ്ങളാണ് നമ്മൾ തിരുത്തി പറഞ്ഞത്. വിധിപ്പകർപ്പിൽ എന്താണ് ഇവർ പറഞ്ഞത്, എന്താണ് വിധിപ്പകർപ്പിൽ വന്നത്, എല്ലാം ഉൾട്ടയാണ്. ഉൾട്ട ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ, ഇങ്ങനെയൊക്കെ അറിയുമ്പോഴാണ് നമുക്ക് ഈ സംശയം, പ്രത്യേകിച്ച് എനിക്ക് സംശയം ഇങ്ങനെ വർദ്ധിച്ച് വരുന്നത്. എന്തോ ഇതെന്തൊരു ഉടായ്പ, ഉടായ്പൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ ഇപ്പൊ ഈ പുള്ളി ഇതിനകത്ത് തന്നെ പറയുന്നത് പ്രോസിക്യൂഷൻ എന്താണ് കൊടുത്തത് എന്നുള്ള സാധനം നമുക്ക് കിട്ടും. അവർ കൊടുത്തത് റിട്ടേൺ ആണ് കൊടുക്കുന്നത് അല്ലേ, അതവിടെ രേഖയായിട്ട് വരുന്നതാണ് എന്താണ് മൊഴി കൊടുത്തത് എന്നുള്ളത്. അതിനെ തന്നെ വളച്ചൊടിച്ചുകൊണ്ട് എങ്ങനെ അവർക്ക് പറയാൻ സാധിക്കുന്നു? എനിക്ക് പിടുത്തം കിട്ടില്ല. ഇതെന്താണ് സംഭവിക്കുന്നത്, എനിക്ക് പിടുത്തം കിട്ടില്ല. നിങ്ങളുടെ അപ്പുറം മസ്റ്റേ കമന്റ് നമുക്ക് വീണ്ടും വരാം. ജയ് ഹിന്ദ്.